பேரை கேட்ட உடனே சும்மா அதறது இல்ல. வாழ்க்கையில பயம் இருக்கணும். ஆனா பயமே வாழ்க்கையா இருக்கக்கூடாது. கெட்டு போனவன் நல்லா வாழலாம். ஆனா நல்லா வாழ்ந்து போனவன் கெட்டு போயிடக்கூடாது. சூப்பர். அவன் உங்களுக்கு அப்பா, ஆனா எனக்கு നൻപൻ, ഉയിർ നൻപൻ. ഒരു വാക്ക് നമ്മൾ പ്രതീക്ഷപ്പെട്ടു. ആദ്യം കേരളത്തില് ഫാൻസ് ഷോ കൊണ്ടുവന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആൾക്കാർ ഫാൻസുകൾ മാത്രം. അത് ഏത് തിയേറ്റർ, പാലക്കാട് അരോമ, പ്രിയദർശിനി, ദേവിദുർഗ, ഈ മാനേജർമാർക്ക് ശിവൻകുട്ടി സാർത്തും നമ്മുടെ കുറുപ്പ് സാർത്തും ചോദിച്ച ആദ്യം ആരാണ് ഫാൻസ് ഷോ നടത്തി, ആരാണ് ഘോഷയാത്ര നടത്തി? അത് രജനി ഫാൻസ് മാത്രമേ ഉള്ളൂ. അത് റെക്കോർഡ് ബ്രേക്ക് രജനി ഫാൻസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പാലക്കാട് ഇതല്ല ഞങ്ങളുടെ എല്ലാം ഞങ്ങളെ കണ്ട് പഠിക്കണേ. ഞങ്ങളാണ് വലുത്, ഞങ്ങളാ വലുത്, ഒരു കാര്യമില്ല. ഇന്നും അന്നും ഞങ്ങൾ തന്നെ വലുത്. അത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണം. ഈ ഞങ്ങളെ വലുത് പറയുന്ന ആൾക്കാർ അത് ആദ്യം പഠിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ വലുത് പറഞ്ഞു. തലവറിന് മുന്നിൽ ആരും വലുതല്ല. തലവർ തന്നെ. ഇന്ത്യൻ ഫിലിമില് ചരിത്രമായിട്ട് വില്ലൻ നടന്മാരായിട്ട് ആകെ 3 പേരേ ഉള്ളൂ വന്നതിൽ. അതിൽ ഒന്ന് രജനികാന്ത്, പിന്നൊന്ന് രണ്ടാമത് അമിതാഭ് ബച്ചൻ, പിന്നൊന്ന് മോഹൻലാൽ. ഈ സൂപ്പർ സ്റ്റാർ പറയുന്ന ഒരു പട്ടം വലിയൊരു വേൾഡിൽ അറിയപ്പെടുന്ന, ഇങ്ങനെ പൊട്ടി പറക്കുന്നമാര് പറന്നുകൊണ്ടിരിക്കണ്, കടൽ തെരമാരി അടിച്ചുകൊണ്ടിരിക്കണ്. எப்பவுமே சொல்றதா செய்வதா சொல்வே. எப்பவுமே ஒரே ஒரு ஆளுதான். அன்பா வந்தா அடங்கி போவே, அதிகாரம் பண்ண அடக்கிட்டு போவே. 10 செகண்டுக்குள்ள நாங்க ஃபேன்ஸுக்கு வீசுனா கத்தி, நீங்களா எடுத்தா சண்டை, நானே எடுத்தா சமாதானம். കൗണ്ടി സ്റ്റാർട്ട്, ബാബാ കൗണ്ടി സ്റ്റാർട്ട്. ആഗസ്റ്റ് 14 കേരളം കാത്തിരിക്കുന്നു സൂപ്പർ സ്റ്റാറിന്റെ ആക്ഷന് വേണ്ടിയിട്ട്, ആക്ഷൻ പീസിന് വേണ്ടിയിട്ട്.